ഹായ് ഫ്രണ്ട്സ്, എവർക്കും സയൻസ് ദ കംപ്ലീറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്ന 2.1 സൗണ്ട് ബാർ വിത്ത് വൂഫറാണ്. അതിന് ആദ്യമായിട്ട് ഓൺലൈനിൽ ഒരു 2.1 ഒരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. സ്പൈസസ് ഇലക്ട്രോണിക്സിൻ്റെ ബോർഡാണ്. ആദ്യം സബ് വൂഫർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു പഴയ സബ് വൂഫർ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും അഴിച്ചു മാറ്റുന്നു. ഇപ്പോൾ ഫ്രണ്ട് പാനൽ നമ്മൾ ഷീറ്റ് മെറ്റലിൽ കട്ട് ചെയ്തെടുത്ത് റോൾ ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് കവർ നമ്മൾ മാറ്റിയിട്ട് ബ്ലാങ്ക് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. പഴയ സബ് വൂഫറിനകത്തുള്ള ബോർഡും ഇതെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാനലും പെയിൻറ്റിങ് ചെയ്ത് അടിപൊളി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് സൗണ്ട് ബാറിൻ്റെ ക്യാബിനറ്റാണ്. അതൊരു 3 ക്യാബിൻ പോലെ ആക്കിയിട്ട് പ്ലൈവുഡിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ, അതുപോലെ 4 സ്പീക്കർ, 2 ട്യൂട്ടറുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് സ്പീക്കറും ട്യൂട്ടറും വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ക്യാബിൻ വിനൈൽ സ്റ്റിക്കറിങ് ചെയ്ത് എടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാനൽ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 4 സ്പീക്കർ, 2 ട്യൂട്ടറും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്യാബിനിൽ 2 സൈഡും സ്പീക്കേഴ്സും ട്യൂട്ടറും അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മുടെ ട്രാൻസ്ഫോമറും ബ്ലൂടൂത്ത് ബോർഡും ആംപ്ലിഫയറും കയറി വരുന്നുണ്ട്. നമ്മൾ ക്യാബിനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഇനി സ്പീക്കറും ട്യൂട്ടറും എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളത് സ്പീക്കറും ട്യൂട്ടറും എല്ലാം പാരലൽ കണക്ഷനാണ് കൊടുക്കുന്നത്. ട്യൂട്ടറും സ്പീക്കറും എല്ലാം ഫ്രണ്ട് പാനലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സബ് വൂഫർ റെഡിയാക്കാം. ഒരു 4 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് യൂസ് ചെയ്യുന്നത്. 6 ഓംസിൻ്റെയാണ്, 40 വാട്ട്സ്. സബ് വൂഫർ വേറെ കണക്ഷൻ കൊടുത്തിട്ട് അതുപോലെ നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഗ്രില്ലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ് വൂഫർ റെഡി ആയിട്ട് ബാക്ക് പാനലും കൂടെ ഇതാക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ട്രാൻസ്ഫോമർ 12 ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് 1 ആംസ് ആണ്. അത് നമുക്ക് സെൻട്രൽ ക്യാബിനിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അടുത്ത ഇത് ബ്ലൂടൂത്ത് മോഡ്യൂള്, അത് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് 2.1ൻ്റെ. ഇതിപ്പോൾ അതിലെ വോളിയം കൺട്രോളും സബ് വൂഫറിൻ്റെ ബാസ് കൺട്രോളും ട്രിപ്പിൾ കൺട്രോളും ഉണ്ട്. ഇതൊരു ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ സ്പീക്കർ ഔട്ട് സോക്കറ്റും. നമുക്ക് ഫ്രണ്ട് പാനൽ ബ്ലൂടൂത്ത് മോഡിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്യാം. 2 സ്ക്രൂ ചെയ്യാനേ ഉള്ളൂ. അടുത്ത് സ്പീക്കറെല്ലാം കണക്ഷൻസ് കൊടുക്കാം. എല്ലാം ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റിന് ട്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് പാനൽ നമ്മൾ പ്ലാസ്റ്റിക് ക്യാബിനറ്റിലാണ് ഇപ്പോൾ ആംപ്ലിഫയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും സ്പീക്കർ സോക്കറ്റും അതുപോലെ തന്നെ വോളിയം കൺട്രോളും ബാസ് ആൻഡ് ട്രബിളിനും വേണ്ടി ഓരോ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ വോളിയം കൺട്രോളാണ്. 2 ചാനലിൻ്റെ ഒറ്റ വോളിയം കൺട്രോളിലാണ് വരുന്നത്. മാസ്റ്റർ വോളിയം കൺട്രോള്. ഇത് ഒരു ബാസും ഒരു ട്രബിളും. ഇതിൽ നമുക്ക് ഒരു സോക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇത് സ്പീക്കർ ഇന്ന്, അതിൽ സപ്ലൈ വോൾട്ട് നമുക്കിതിൽ 12.0 കൊടുത്തിരിക്കുന്നത്. AC ബോഡിൽ തന്നെ കൺവെർട്ടർ ഉള്ളതുകൊണ്ട് നമുക്കത് DC ആയി വന്നോളും. അതുപോലെ ബ്ലൂടൂത്ത് ബോർഡിന് 5 വോൾട്ട് വരുന്നത് ഡയറക്റ്റ് ആംപ്ലിഫയറിൽ നിന്ന് തന്നെ എടുക്കാം. ഇത് വോളിയം കൺട്രോളായി. മെയിൻ സപ്ലൈ അത് കൊടുക്കാം.
എല്ലാ സോക്കറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് പവർ സ്വിച്ച് ഇതുപോലെ കട്ടിങ്ങിൽ കയറ്റി അത് കണക്ഷൻ കൊടുത്തപ്പോൾ നമ്മൾ ബോക്സിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ സ്പീക്കറെല്ലാം കണക്റ്റ് ആയിട്ട് നമുക്കത് ബോർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാനൽ ഫിക്സ് ആയിട്ടുണ്ട്. ഒരു സൗണ്ട് ബാർ റെഡിയായി. ഫ്രണ്ട് ഗ്രില്ലിട്ട് കൊടുക്കാം. നമ്മളതിന് നെറ്റ് ഷീറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബെൻഡ് ചെയ്തെടുക്കാം. പൗഡർ ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് ബാർ റെഡി ആയിട്ടുണ്ട്. ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ Thank you for watching. Please like, share, and comment. FM mode. AUX mode. Bluetooth mode. Hace 10 años, Xbox. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു 3000 രൂപയ്ക്കകത്ത് ചെയ്തെടുക്കാം.